എന്തൊരു കട്ടിയായി പഴത്തിനൊക്കെ. വല്ല വിഷമൊക്കെ അടിച്ചായിരിക്കും ഇതൊക്കെ പഴുപ്പിക്കുന്നത്. അതാ ഇങ്ങനെ ഇരിക്കുന്നത്. ഓ എന്താ മനുഷ്യ, മയത്തിലൊക്കെ വിളിച്ചൂടെ? ചേട്ടാ ഇതിൽ കൂടുതൽ മയത്തിൽ എങ്ങനെ വിളിക്കാൻ? എങ്ങനെ പഴത്തിന് പോലും മയമില്ലാത്ത കാല, പിന്നെ ഇങ്ങനെ വിളി. ഇത് പഴത്തിന്റെ കുഴപ്പമൊന്നുമില്ല. നീ പുട്ടിന് മാവ് കുഴച്ചപ്പോ കുറച്ചുകൂടെ മയത്തിലൊക്കെ കുഴക്കണമായിരുന്നു. ഞാൻ കുഴച്ചതൊക്കെ മയത്തിൽ തന്നെയാ. ഇത് ഈ പഴം നോക്കിയേ, പഴം കട്ടിയായിട്ട് ഇരിക്കുന്നതാ. അതെങ്ങനെയാ ഇവിടെ വലിയൊരു കൊല കൊണ്ടുവച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു പഴം എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോ അതും കെട്ടിപ്പിടിച്ചിരിക്കുകയല്ലായിരുന്നു. അതിന്ന് എടുക്കാൻ പാടില്ല. അത് ഒരു പ്രത്യേക ആവശ്യത്തിന് മാറ്റി വെച്ചിരിക്കുന്നതാ. എന്താ ഈ പ്രത്യേക ആവശ്യം? കാച്ചിട്ട് ഇത് വെച്ചിട്ട് എണ്ണ കാച്ചി തല തേക്കാനോ? പഴം കൊണ്ട് എണ്ണ കാച്ചി തല തേക്കാനാണോ അത് മാറ്റി വെച്ചേക്കുന്നത്? അയ്യോ അതിനൊന്നും അല്ല എടി, ഇത്തവണത്തെ കാർഷിക മേളയിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാ. ഈ പഞ്ചായത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത വാഴക്കൊലയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കൃഷി ഓഫീസർ ധൂമ്രാഷം പിള്ള സാറ് എന്റെ തോളി തട്ടി അഭിനന്ദിച്ച വെൽ ഡൺ മിസ്റ്റർ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞ് ഈ പരിസരത്തോട്ടൊന്നും കൊണ്ടുവരുന്നതായിരിക്കും അങ്ങനെ തോളി തട്ടി പറഞ്ഞത്. നീ നോക്കിക്കോടി, ധൂമ്രാഷം പിള്ള സാറ് നേരിട്ട് ഇവിടെ വന്ന് ആ കൊല എടുത്തോണ്ട് പോവും. പത്രത്തിലൊക്കെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വലിപ്പത്തിലും ഫോട്ടോ അടക്കം വരും. നീ അത് കണ്ട് ഞെട്ടാതിരുന്നാ മതി കേട്ടോ. ഞാൻ കണ്ടോണ്ടിരുന്നു. സ്വപ്നമൊന്നും അല്ല. എന്താ കണ്ണാപ്പി എവിടെയുണ്ട്? ഇന്ന് നല്ല സോഫ്റ്റ് പുട്ടും ഭയങ്കര കട്ടിയുള്ള പഴവും. അയ്യോ മക്കളെ, അത് കഴിക്കാനുള്ളതെന്നല്ല, അത് തോട്ടയാ. തോട്ടയോ? തോട്ടയാണോ മനുഷ്യ ഇവിടെ അടുക്കള കൊണ്ടുവച്ചേക്കുന്നത്? അയ്യോ അത് ഇവിടത്തേക്ക് കൊണ്ടുവന്നല്ല, ശകുണ്ണിച്ചേട്ടൻ്റെ വീട്ടിലെ അവിടുത്തെ കൃഷിയൊക്കെ ആകെ പന്നി വന്ന് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടിരിക്കുക. എത്ര രൂപയുടെ ഇഞ്ചി എന്താ നശിപ്പിച്ചിട്ടിരിക്കുന്നത്? ഞാൻ ആലോചിച്ചിട്ട് ഇതേ ഉള്ളൂ പന്നി ഓടിക്കാൻ പറ്റിയ മാർഗം. തോട്ടാന്ന് വെച്ചാ ഈ പടക്കം പോലെ പൊട്ടുന്ന ഒരു സാധന കണ്ണാ. പിന്നെ പൊട്ടാതെ എടാ അപ്പൂപ്പൻ കൊണ്ടുവന്നാ പൊട്ടിക്കാൻ അപ്പൂപ്പൻ അറിയാം കേട്ടാ. നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല അപ്പൂപ്പന് പേടിയൊന്നുമില്ലേ? എന്തിന് മക്കളെ, ബോംബും മിസൈലും ഒക്കെ കയ്യിലിട്ട് അമ്മാനം ആടിയിട്ടുള്ളതാണ് നിന്റെ അപ്പൂപ്പൻ. ഇതൊക്കെ അപ്പൂപ്പൻ ചീള് കേസാടാ. പഴത്തിന് ഇപ്പൊ ഇച്ചിരി സോഫ്റ്റ്നെസ് ഒക്കെ വന്നു തുടങ്ങി. നിങ്ങളുടെ തള്ളിനെക്കാട്ടിലും ഭേദം. മക്കളെ, അപ്പൂപ്പൻ പറഞ്ഞത് മക്കൾക്ക് വിശ്വാസമല്ലേ? അന്ന് അപ്പൂപ്പന്റെ കൂടെ പവൻ ദീപക് ചാറ്റർജി അപ്പൊ ഫോൺ വിളിച്ചു തരാം, മക്കള് സംസാരിച്ചാ മതി. കണ്ടാ കണ്ടാ അവന് നല്ല വിശ്വാസമാണ് എന്നെ പറ്റി. അപ്പൂപ്പന് എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല, പിന്നെ എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ, അതുകൊണ്ടാ. അപ്പൊ തൃപ്തിയായല്ലോ. ഇനി ഈ സാധനം കൊണ്ട് ആ പണിപ്പുരയിലെങ്ങനെ നമുക്ക് മനുഷ്യൻ? എന്തിന് ഇവിടെ ഇരിക്കട്ടെ? ഇത് നിങ്ങൾ പന്നി ഓടിക്കാൻ കൊണ്ടുവന്നു ഉത്തമൻ എങ്ങനെ പറഞ്ഞാ പിന്നെ അതിന്റെ പേരിലായിരിക്കും അവൻ കിടന്ന് വഴക്കുണ്ടാക്കാൻ പോകുന്നത്. കൊണ്ടുപോയി വെക്ക. സാധാരണ തരാത്ത ആൾക്കാര് എന്തൊരു കഷ്ടമാ നോക്കണേ. ഓരോന്നും കൊണ്ടുവന്നിട്ട്. നീ എവിടെ പോയി കിടന്നു? സ്റ്റേഷനിൽ ഇരിക്കണ നീ അവിടെ തന്നെ ഇരുന്നോ? ഓ എടാ ബാദുഷയുടെ ഫ്രണ്ടില്ലേ ജർമ്മനിയിൽ നിന്ന് ഒരു മറ്റേ ചോക്ലേറ്റ് വിസ്കി ഉണ്ടല്ലോ, മറ്റേ മുട്ടായി എടാ 1-2 കഴിച്ചാൽ മതി എടാ, ഫുൾ അടിച്ച് എഫക്റ്റ് എന്നാണ് പറഞ്ഞത്. ഓ നീ പെട്ടെന്ന് ഇങ്ങോട്ട് പാടേ, വാ പെട്ടെന്ന്. ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇവിടെ, എവിടെയാന്ന് നോക്കുവായിരുന്നു. എന്ത് സാധനം? എന്ത് സാധനം നോക്കിക്കൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. എവിടെ വച്ചത്? എവിടെ? അയ്യോ ഞാനല്ല, ഉത്തോണ്ടൊരു കടലാസിൽ പോയി ഇതിനകത്ത് എന്തോ കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് എവിടെയാന്ന് നോക്കായിരുന്നു. ഞാന് ഇതിനകത്ത് അച്ഛൻ പാത്തും ഇറങ്ങി ഇവിടെ കൊണ്ടുവെക്കുന്ന ഞാൻ കണ്ടാണല്ലോ. ഞാൻ കൊണ്ടുവെക്കണ മകള് കണ്ട? എപ്പോ കണ്ടായിരുന്നു? അവള് കണ്ടതാ. എന്താ സാധനം പറ. ഞാൻ ഇവിടെ എന്തോന്നും ഉണ്ടോന്ന് നോക്കാൻ വേണ്ടി ചുമ്മാ അവൾക്ക് തോന്നിയതായിരിക്കും. അവക്ക് തോന്നിയൊന്നും അല്ല, എനിക്ക് തോന്നിയതല്ല. മകളെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ കണ്ടതും കാണാത്തതും അവിടെ എവിടെ ചെന്ന് പറഞ്ഞ് ചുമ്മാ പ്രശ്നം ഉണ്ടാകും. നീ മക്കളങ്ങ് പോയാണ് ചെല്ല്. എന്താണ് എന്തായാലും അവള് കണ്ടത് സംഭവം സത്യമാ. എന്തോന്ന് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിട്ട്? അതിന് ഞാൻ ചോദിക്കണേ, നിങ്ങൾക്ക് എന്തിനാ ഇപ്പൊ എന്റെ അടുത്തൊരു രഹസ്യം? എന്തോ ഒളിപ്പിച്ചു വെച്ചാൽ? ഞാൻ ഒന്നും ഒളിപ്പിച്ചു വെച്ചില്ല. അത് പിന്നെ മരുന്ന്. ആർക്കുള്ള മരുന്ന്? അത് ഒരാൾക്ക് കൊടുക്കാനുള്ള മരുന്ന്. നിങ്ങളിപ്പോ മനുഷ്യന്മാർക്ക് മരുന്ന് കൊടുത്തു തുടങ്ങിയോ? ആളിനല്ല, ആടിന് കൊടുക്കാനുള്ള മരുന്ന്. ആടിന് എന്താ അസുഖം? ആടിന്റെ അസുഖം പറഞ്ഞ് നിനക്ക് മനസ്സിലാവും? പിന്നെ എനിക്ക് മനസ്സിലാവും, പറ. അങ്ങനെ മനസ്സിലാക്കണ്ട, ചെല്ലു. പറയത്തോണ്ടോ അസുഖത്തിനുള്ള മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനിയിപ്പോ ഏതെങ്കിലും ആടിന് അസുഖം ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ കൊടുക്കാലോ. ഇപ്പൊ അങ്ങനെ കൊടുക്കണ്ടേ? നീ ഇപ്പൊ അറിയണ്ട, ചെല്ലു. കാര്യം പറ. ഒരു കാര്യമില്ല, മാറി. എന്ത് മാറാൻ? ഇത് ഞാൻ ഇപ്പൊ മരുന്നൊക്കെ എടുത്ത് വെച്ചേക്കാണ്, ചുമ്മാ അങ്ങോട്ട് ഇതിന്റെ സൈഡിലോട്ട് എടുത്ത് സൈഡിലോട്ട് അറിയാൻ വേണ്ടി എല്ലാ കാര്യം ഒന്നും ഇപ്പൊ അങ്ങനെ ഇപ്പൊ നോക്കട്ടെ.